ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 4.5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താണ്? ഹാഫ് ഡി സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഏരിയ 4.5 ആയതുകൊണ്ട് ഹാഫ് ഡി സ്ക്വയർ എന്തായിരിക്കും? 4.5 ആണ്. 4.5 എന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലോ, അതിനെങ്ങനെ സാധാ ഫ്രാക്ഷൻ ആക്കാം? 4 × 2 8 ആണ്. 8 പ്ലസ് ന്യൂമറേറ്റർ 1 ബൈ ഡിനോമിനേറ്റർ 2, അതായത് 8 പ്ലസ് 1 9 അല്ലേ? അപ്പോൾ 9/2 അല്ലേ? അതാണ് ഏരിയ. അതായത് ഹാഫ് ഡി സ്ക്വയർ ആണ് ഏരിയ കാണാൻ ലൊക്കേഷൻ സ്ക്വയറിൻ്റെ അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ ആണ്. ഓക്കെ, സ്ക്വയറിൻ്റെ ഡയഗണൽ. അപ്പോൾ ഹാഫ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഡി സ്ക്വയർ കാണാം. അതിന് വേണ്ടിയിട്ട് /2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × 2 ആകും. സോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9/2 × 2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 9/2 × 2 എന്ന് വെച്ചാൽ എന്താ? ന്യൂമറേറ്ററുള്ള 2 ഡിനോമിനേറ്ററുള്ള 2 ക്യാൻസൽ ചെയ്ത് 9 മാത്രമാകും അല്ലേ? സോ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ ഡി എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 9. അത് എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പോൾ ഡയഗണൽ എത്രയാണ് വേണ്ടത്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡയഗണൽസ് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് റൂളർ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് എ ബി എന്ന് നെയിം ചെയ്യാം. ഇനി അടുത്ത ഡയഗണൽ വരയ്ക്കാം. അടുത്ത ഡയഗണലും 3 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. പക്ഷേ ഈ ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും അടുത്ത ഡയഗണൽ അല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. 3യുടെ ഹാഫ് 1.5 അല്ലേ? അപ്പോൾ എയിൽ നിന്നും 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതിന് ഒ എന്ന് നെയിം ചെയ്യാം. അതാണ് മിഡ് പോയിന്റ്. ഓക്കെ, ഇനി ഒയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലറിലാണ് അടുത്ത ഡയഗണൽ. അടുത്ത ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. കാരണം സ്ക്വയറിൻ്റെ ഡയഗണൽസ് ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ മേലോട്ട് 3യുടെ ഹാഫ് എത്ര? 1.5 അല്ലേ? അപ്പോൾ മേലോട്ട് 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം, താഴോട്ടും 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിന് സി ഡി എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ എയും സിയും ബിയും ഡിയും ഒക്കെ ജോയിൻ ചെയ്താൽ നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ആയി. ഡ്രോ എ റോംബസ് ഓഫ് ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് വിച്ച് ഈസ് നോട്ട് എ സ്ക്വയർ. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ടല്ലേ? റോംബസിൻ്റെ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താ? ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണ് അല്ലേ? അപ്പോൾ ഡയഗണൽസ് നമുക്ക് D1 D2 എന്ന് എടുക്കുകയാണെങ്കിൽ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താ? ഹാഫ് ഇൻറ്റു D1 × D2 അല്ലേ? അത് എത്രയാണ്? ഏരിയ 9 അല്ലേ? ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും D1 × D2 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ /2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × 2 ആകും അല്ലേ? സോ D1 × D2 ഈക്വൽ ടു എന്ത് വരും? 9 × 2 എന്ന് വരും അല്ലേ? അതായത് D1 × D2 ഈക്വൽ ടു 9 × 2 18 ആണ് അല്ലേ? അപ്പോൾ രണ്ട് ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും അല്ലേ? 18 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം? നമുക്കറിയാം 1 × 18 ചെയ്താൽ 18 കിട്ടും, അല്ലെങ്കിൽ 9 × 2 ചെയ്താൽ 18 കിട്ടും, പിന്നെ 6 × 3 ചെയ്താലും 18 കിട്ടും. നമുക്കിവിടെ 6 × 3 എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 × 3 ആണ് എടുത്തിട്ടുള്ളത്. അത് 18 ആണല്ലോ. അപ്പോൾ അതായത് ഒരു ഡയഗണൽ 6ഉം അടുത്ത ഡയഗണൽ 3ഉം അല്ലേ? D1 എന്ന ഡയഗണൽ 6ഉം D2 എന്ന ഡയഗണൽ 3 ആയിട്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പ്രോഡക്റ്റ് 18 കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു റോംബസ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് D1 എന്ന ഡയഗണൽ വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഡയഗണൽ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു റൂളർ എടുക്കുക, എന്നിട്ട് 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിനെ എ ബി എന്ന് നെയിം ചെയ്യാം. ഇനി അടുത്ത ഡയഗണൽ വരയ്ക്കണം. അടുത്ത ഡയഗണലിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. 6ൻ്റെ ഹാഫ് എത്രയാണ്? 3 അല്ലേ? അപ്പോൾ എയിൽ നിന്നും 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതാണ് മിഡ് പോയിന്റ്. അതിന് ഒ എന്ന് ചെയ്യാം. ഓക്കെ, ഇനി ഒയിലൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഇനി ഈ ലൈനിലാണ് അടുത്ത ഡയഗണൽ വരേണ്ടത്. അടുത്ത ഡയഗണൽ 3 അല്ലേ? അപ്പോൾ 3യുടെ ഹാഫ് എത്രയാണ്? 1.5 ആണ്. അപ്പോൾ മേലോട്ട് 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. അതിന് സി എന്ന് നെയിം ചെയ്യാം. താഴോട്ട് 1.5 ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഇടാം. അത് ഡി എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എയും സിയും ബിയും ഡിയും ഒക്കെ ജോയിൻ ചെയ്താൽ നമ്മുടെ റോംബസ് കംപ്ലീറ്റ് ആയി. ഇതൊരു സ്ക്വയർ ആവില്ല, കാരണം ഇതിൻ്റെ ഡയഗണൽസ് ഡിഫറെൻ്റ് ആണല്ലോ. ഒരു ഡയഗണൽ 6ഉം ഒരു ഡയഗണൽ 3ഉം ആണ്. അപ്പോൾ എന്തായാലും ഇത് സ്ക്വയർ ആവില്ല. ഓക്കെ, the picture shows a quadrilateral drawn by joining the midpoints of the half the diagonals of a rhombus. Is this quadrilateral also a rhombus? Y? അതായത് താഴെ ഫിഗറിൽ ഒരു റോംബസ് ഉണ്ട്. റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ ഹാഫിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് മറ്റൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ റോംബസിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഓക്കെ, മിഡ് പോയിന്റ് ഒ എന്ന് കൊടുക്കാം. ഈ ചെറിയ ക്വാഡ്രിലാറ്ററലിന്
ക്യു ആർ എസ് എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ബി സി ഡി റോംബസ് ആയതുകൊണ്ട് അതിന്റെ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഒ എന്ന് പറയുന്ന എ സി എന്ന ഡയഗണലിന്റെ മിഡ് പോയിന്റ് ആണ്, അതേപോലെ പി ഡി എന്ന ഡയഗണലിന്റെയും മിഡ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒ എയും ഒ സിയും എന്താണ്? ഈക്വൽ ആണ് അല്ലെ. ഒ എ ഈസ് ഈക്വൽ ടു ഒ സി. കാരണം എന്താണ്? ഹാഫ് ഓഫ് ഡയഗണൽസ് ഓഫ് റോംബസ് എ ബി സി ഡി. ഓക്കെ, പിന്നെ പി എന്ന് പറയുന്ന ഒ എയുടെ മിഡ് പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ഡയഗണൽസിന്റെ റോംബസിന്റെ ഡയഗണൽസിന്റെ ഹാഫിന്റെ മിഡ് പോയിന്റ്സ് ആണ് പി ക്യു ആർ എസ് എന്ന പോയിന്റ്സ് അല്ലേ. അപ്പോൾ പി എന്ന് ഒ എയുടെ മിഡ് പോയിന്റ് ആണ്, അതുകൊണ്ട് ഈ ഒ പി എന്ന ഡിസ്റ്റൻസ് എന്താണ്? ഈ ഒ എയുടെ ഹാഫ് ആയിരിക്കും അല്ലെ. പി എന്നത് ഒ എയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് എന്താ? ഒ എയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ നമുക്കെന്ത് പറയാം? ഒ പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒ എ. കാരണം എന്താണ്? പി ഈസ് മിഡ് പോയിന്റ് ഓഫ് ഒ എ. അതേപോലെ ആർ എന്ന് പറയുന്ന ഒ സിയുടെ മിഡ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ഒ ആർ എന്ന് പറയുന്നത് ഈ ഒ സി എന്ന ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒ ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒ സി. കാരണം എന്താണ്? ആർ ഈസ് മിഡ് പോയിന്റ് ഓഫ് ഒ സി. ഓക്കെ, അപ്പോൾ ഒ പി സിഗൽ ടു എന്ത്? ഹാഫ് ഇൻറ്റു ഒ എ ആണ്. ഒ ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഒ സി ആണ്. ഹാഫ് ഇൻറ്റു ഒ എന്ന് വെച്ചാൽ ഒയുടെ ഹാഫ്, ഹാഫ് ഇൻറ്റു ഒ സി എന്ന് വെച്ചാൽ ഒ സിയുടെ ഹാഫ്. അപ്പോൾ ഒ എയും ഒ സി ഈക്വൽ ആയതുകൊണ്ട് ഇവയുടെ ഹാഫ് ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ഒ പിയും ഒ ആറും എന്താണ്? ഈക്വൽ ആയിരിക്കും. ദെർഫോർ ഒ പി ഈസ് ഈക്വൽ ടു ഒ ആർ. ഇതിന് നമുക്ക് 1 എന്ന് കൊടുക്കുക. ഈ റോംബസിന്റെ ഒരു ഡയഗണലാണ് ബി ഡി അല്ലെ. അപ്പൊ ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത് അല്ലെ. കാരണം റോംബസിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ എന്താ പറയാ? ഒ ബി ഈസ് ഈക്വൽ ടു ഒ ഡി എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ ക്യൂ എന്ന് പറയുന്നത് ഒ ബിയുടെ മിഡ് പോയിന്റ് ആണ് അല്ലെ. അപ്പോൾ ഒ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഈ ഒ ബിയുടെ ഹാഫ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഒ ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒ ബി. കാരണം എന്താണ്? ക്യൂ ഈസ് മിഡ് പോയിന്റ് ഓഫ് ഒ ബി. അതേപോലെ എസ് എന്ന് പറയുന്ന ഒ ഡിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഒ എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ഒ ഡി ആയിരിക്കും. ഒ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒ ഡി. കാരണം എന്താണ്? എസ് ഈസ് മിഡ് പോയിന്റ് ഓഫ് ഒ ഡി. ഓക്കെ, പക്ഷേ ഒ ബിയും ഒ ഡിയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ അവയുടെ ഹാഫ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഹാഫ് ഇൻറ്റു ഒ ബിയും ഹാഫ് ഇൻറ്റു ഒ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഹാഫ് ഇൻറ്റു ഒ ബി എന്ന് പറയുന്ന ഒ ക്യു ആണ്, ഹാഫ് ഇൻറ്റു ഒ ഡി എന്ന് പറയുന്ന ഒ എസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ഒ ക്യു ഈസ് ഈക്വൽ ടു ഒ എസ്. ഓക്കെ, ഇതിന് നമുക്ക് 2 എന്ന് കൊടുക്കാം. ഒ പിയും ഒ ആറും ഈക്വൽ ആണെന്ന് കണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ. പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഒ ക്യൂവും ഒ എസും ഈക്വൽ ആണെന്ന് കണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഒ എന്താണ്? പി ആറിൻ്റെയും മിഡ് പോയിന്റ് ആണ്, അതേപോലെ ക്യു എസിൻ്റെയും മിഡ് പോയിന്റ് ആണ് അല്ലേ. അതായത് ഈ രണ്ട് ഡയഗണൽസും എന്താണ്? പരസ്പരം ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ. അതായത് രണ്ട് ലൈനിൻ്റെയും മിഡ് പോയിന്റ്സ് സെയിം ആണ്, അതുകൊണ്ട് പരസ്പരം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 we have O is midpoint of PR and QS. അതായത് that is PR and QS bisect each other. പിന്നെയോ ഇവ പെർപെൻഡിക്കുലറും ആണല്ലോ. എങ്ങനെ? കാരണം എന്താണ്? എ സി ഈസ് പെർപെൻഡിക്കുലർ ടു ബി ഡി അല്ലെ. എ സിയും ബി ഡിയും പെർപെൻഡിക്കുലർ ആണ്, കാരണം ഒരു റോംബസ് ആണ് എ ബി സി ഡി. അപ്പോൾ റോംബസിന്റെ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ സി ഈസ് പെർപെൻഡിക്കുലർ ടു ബി ഡി. അതുകൊണ്ട് എ സിയിലെ ഒരു ലൈനാണ് പി ആർ, അതേപോലെ ബി ഡിയുടെ ഒരു ലൈനാണ് ക്യു എസ്. അപ്പോൾ പി ആറും ക്യു എസും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. ഓൾസോ പി ആർ ഈസ് പെർപെൻഡിക്കുലർ ടു ക്യു എസ്. റീസൺ എന്താണ്? എ സി ഈസ് പെർപെൻഡിക്കുലർ ടു ബി ഡി അല്ലേ. കാരണം എ ബി സി ഡി ഒരു റോംബസ് ആയതുകൊണ്ട് അതിൻ്റെ ഡയഗണൽസ് ആയ എ സിയും ബി ഡിയും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് അതിലെ ലൈൻസ് ആയ പി ആറും ക്യു എസും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ
അപ്പോൾ പി ആറും ക്യു എസും എന്താണ്? പി ആർ ക്യു എസ് എന്ന് പറയുന്നത് ഈ പി ക്യു ആർ എസിന്റെ ഡയഗണൽസ് ആണ് അല്ലേ? അപ്പോൾ ഈ പി ക്യു ആർ എസിന്റെ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലറും ആണ് ബൈസെക്ടേഴ്സും ആണ്. അതിനർത്ഥം എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് ഡയഗണൽസ്. അപ്പോൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ അതൊരു റോംബസ് ആണ് അല്ലേ? അപ്പോൾ എന്താ പറയാം? സിൻസ് diagonals of PQRS are perpendicular bisectors, PQRS is a rhombus. Okay, in the second question, area large rhombus in the area കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ small quadrilateral rhombus ആണ്. അതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് സ്മോൾ റോംബസ് എന്താണ്? 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് പി ക്യു ആർ എസ് എന്താണ്? 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു റോംബസിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണ് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു പി ക്യു ആർ എസിന്റെ ഡയഗണൽസ് എന്താണ്? പി ആർ ആൻഡ് ക്യു എസ് ആണ് അല്ലേ? അപ്പോൾ പി ആർ ഇൻറ്റു ക്യു എസ് അതാണ് എന്ത്? 3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പി ആർ ഇൻറ്റു ക്യു എസ് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇവിടെ ബൈ ചെയ്തേക്കാണ്. അപ്പോൾ ബൈ 2നെ ഇക്വൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ആവും. സോ പി ആർ ഇൻറ്റു ക്യു എസ് എന്ന് പറയുന്നത് എന്താ? 3 ഇൻറ്റു 2 ആവും. അതായത് 6 ആണ്. 3 ഇൻറ്റു 2 6 അല്ലേ? അപ്പോൾ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് പി ആർ ഇൻറ്റു ക്യു എസ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ലാർജ് റോംബസ് ആണ് അല്ലേ? ഏരിയ ഓഫ് ലാർജ് റോംബസ് അല്ലെങ്കിൽ എ ബി സി ഡി അതെത്രയാണ്? ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ്. എ ബി സിയുടെ ഡയഗണൽസ് ഏതൊക്കെയാണ്? എ സിയും ബി ഡിയും ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി ഡി. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ സി എന്ന് പറയുന്നത് എത്രയാണ്? ഈ പി ആറിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ? കാരണം പി എന്ന് പറയുന്ന ഒയുടെ മിഡ് പോയിന്റ് ആണ്, ആർ എന്ന് പറയുന്ന ഒ സിയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത്? എ സി എന്ന് പറയുന്നത് പി ആറിൻ്റെ ഡബിൾ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സിക്ക് പകരം 2 ഇൻറ്റു പി ആർ എന്ന് കൊടുക്കാം. ഇൻറ്റു ബി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ക്യു എസിൻ്റെ ഡബിൾ ആണ് അല്ലേ? കാരണം ഈ ഒ ബിയുടെ മിഡ് പോയിന്റ് ആണ് ക്യു, അതേപോലെ ഒ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഈ ക്യു എസിൻ്റെ ഡബിൾ ആയിരിക്കും ബി ഡി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ബി ഡിക്ക് പകരം 2 ഇൻറ്റു ക്യു എസ് എന്ന് കൊടുക്കാം. 2 ഇൻറ്റു ക്യു എസ്. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാണ്? 2 ഇൻറ്റു 2 4 ബൈ 2 ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു പി ആർ ഇൻറ്റു ക്യു എസ് അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു പി ആർ ഇൻറ്റു ക്യു എസ് നമ്മൾ ഓൾറെഡി കണ്ട് എന്താണ്? 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ പി ആർ ഇൻറ്റു ക്യു എസിന് പകരം 6 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 6 12 അല്ലേ? 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് ലാർജ് റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, the sides of a rhombus are 10 centimeter long and one of its diagonal is 16 centimeter long. What is the length of the other diagonal? അതായത് ഒരു റോംബസിൻ്റെ ഒരു സൈഡ് 10 സെന്റിമീറ്റർ ആണ് അല്ലേ? കൂടാതെ അതിൻ്റെ ഒരു ഡയഗണൽ 16 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് റോംബസ് വരച്ച് നോക്കാം. ഇതിന് എ ബി സി ഡി എന്ന് നെയിം ചെയ്യാം. ഇതിന് 2 ഡയഗണൽസ് വരയ്ക്കാം. ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് ഒ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് എന്താണ്? സൈഡ്സ് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഡി 10 ആയിരിക്കും, ഡി സി 10 ആയിരിക്കും, ബി സി 10 ആയിരിക്കും, എ ബി 10 ആയിരിക്കും. കാരണം റോംബസിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ്. പിന്നെ ഇതിൻ്റെ ഡയഗണൽസ് ഒരു ഡയഗണലിൽ 16 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എ സി എന്ന ഡയഗണൽ 16 ആണെങ്കിൽ ഒ എ എന്ന് പറയുന്നത് 16ന്റെ ഹാഫ് എത്ര? 8 അല്ലേ? അപ്പോൾ ഒ എ 8 ആയിരിക്കും, ബാക്കി ഒ സിയും 8 ആയിരിക്കും. കാരണം 8 + 8 16 വേണം അല്ലേ? പിന്നെ ഇതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ആംഗിൾസ് ഒക്കെ എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കെന്താ പറയാം? ആംഗിൾ എ ഒ ഡി എന്താണ്? ആംഗിൾ എ ഒ ഡി 90 ഡിഗ്രി ആണ്. കാരണം എന്താണ്? ഡയഗണൽസ് ഓഫ് റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്.
ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഒ ഡി 90 ഡിഗ്രി ആയതുകൊണ്ട് ട്രയാങ്കിൾ എ ഒ ഡി എന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. സോ ട്രയാങ്കിൾ എ ഒ ഡി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം ബാധകമാണ് അല്ലേ. അപ്പോൾ പൈതഗോറസ് തിയറത്തിൽ എന്ത് പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അല്ലേ. ഇതാണ് എന്ത്, പൈതഗോറസ് തിയറം. റൈറ്റ് ട്രയാങ്കിൾസിനാണ് പൈതഗോറസ് തിയറം ബാധകമുള്ളൂ അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഈ ട്രയാങ്കിൾ എ ഒ ഡിയിൽ. അപ്പോൾ 90 ഡിഗ്രി ഓപ്പോസിറ്റുള്ള സൈഡ് എ ഡി ആണ് അല്ലേ, അത് 10 ആണ്. അപ്പോൾ 10 സ്ക്വയർ ഈസിക്കൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ സൈഡ്. അപ്പോൾ ഇതിലൊരു പെർപെൻഡിക്കുലർ സൈഡ് എന്താണ്, ഒ 90 ഡിഗ്രിയിൽ വരുന്ന സൈഡ് ഒ എ ആണ്, അത് 8 ആണല്ലോ. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് ഹൈറ്റ് മറ്റേ സൈഡ് അത് ഒ ഡി ആണ് അല്ലേ. ട്രയാങ്കിൾ എ ഒ ഡിയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് ഒ എയും ഒ ഡിയും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് അത് എ ഡി 10 ആണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഒ ഡി. ഓക്കെ, 10 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 10 × 10 100 ആണ്. 8 സ്ക്വയർ എന്ന് വെച്ചാൽ 8 × 8 64 ആണ്, പ്ലസ് ഒ ഡി സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് ഒ ഡി സ്ക്വയർ കാണാം, അതിന് വേണ്ടിയിട്ട് 64ന് ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 64നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 64 ആകും. സോ 100 - 64 ഈസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ. 100 - 64 36 ആണ്. അപ്പോൾ 36 ഈസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്നും ഒ ഡി സ്ക്വയർ 36 ആണ്. അപ്പോൾ ഒ ഡി എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് 36. അത് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒ ഡി എന്ന് പറയുന്നത് എന്താണ്, ഈ ബി ഡി എന്ന ഡയഗണലിൻ്റെ ഹാഫാണ് ഒ ഡി എന്ന് പറയുന്നത്. ഒ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണല്ലോ എല്ലാ ഡയഗണൽസിൻ്റെയും. അപ്പോൾ നമുക്കെന്ത് പറയാം, അതർ ഡയഗണലാണ് എന്ത്, ബി ഡി. ബി ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ഒ എന്ന് പറയുന്നത് ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ആയതുകൊണ്ട് ബി ഡി എന്ന് പറയുന്ന ഈ ഒ ഡിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ. 2 × ഒ ഡി ആണ്. ദാറ്റ് ഈസ് 2 × ഒ ഡി 6 അല്ലേ, 2 × 6 അതായത് 12 സെൻറ്റിമീറ്റർ ആണ് അതർ ഡയഗണൽ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റോംബസ്. റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആണല്ലേ. ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, അപ്പോൾ ഈ റോംബസിൻ്റെ ഡയഗണൽസ് എന്താണ്, എ സിയും ബി ഡിയും ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി ഡി, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ സി എത്രയാണ്, എ സി നമ്മൾ 8 + 8 16 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇൻറ്റു ബി ഡി എന്താണ് 12 ആണെന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് 16/2 8 ആണ് അല്ലേ. 8 × 12 96 ആണ്. അപ്പോൾ 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സൈഡ്സ്. ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ റോംബസ് എന്ന് പറയുന്ന എന്താണ്, ഒരു പാരലലോഗ്രാം കൂടിയാണ് അല്ലേ. പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല. പക്ഷെ റോംബസിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലലോഗ്രാം ആണ് റോംബസ്. അപ്പോൾ നമുക്ക് പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ, നമ്മൾ പറഞ്ഞത് സൈഡ് ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇവിടെ സൈഡ് 10 ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസും അങ്ങനെയും നമുക്ക് ഏരിയ കാണാം. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റോംബസ് ഈസ് ഈക്വൽ ടു, റോംബസിനെ ഒരു പാരലലോഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, സൈഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ്. ഏരിയ നമുക്ക് ഓൾറെഡി അറിയാലോ, നമ്മൾ ഓൾറെഡി കിട്ടി 96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസിക്കൽ ടു അത് എഴുതി കൊടുക്കാം 96. ഓക്കെ, ദാറ്റ് ഈസ് സൈഡ് എത്രയാണ്, 10 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റോംബസിൻ്റെ അല്ലേ. അപ്പോൾ 10 × ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് ഈസിക്കൽ ടു എന്താണ്, 96. അപ്പോൾ ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ട് 10നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണ്. അപ്പോൾ ഇൻറ്റു 10നെ ഇക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10 ആകും. സോ ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ് ഈസിക്കൽ ടു 96/10. ദാറ്റ് ഈസ് 9.6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ടു ഓപ്പോസിറ്റ് സൈഡ്.